ക്രിസ്മസ് ആകുമ്പോൾ നമുക്കൊരു പ്ലം കേക്ക് നിർബന്ധമല്ലേ. എല്ലാ പ്രാവശ്യവും ഞാൻ പ്ലം കേക്കിൻ്റെ പല വെറൈറ്റീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതും വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മുട്ടൊക്കെ കഴിക്കാത്ത ആളുകൾക്കും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മുട്ട ഒന്നും യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. നമ്മൾ ഒരു പ്ലം കേക്കൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് കഴിക്കുമ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള ഫ്രൂട്ട്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൈനാപ്പിളും കിവിയും സ്ട്രോബെറിയും ബ്ലാക്കും യെല്ലോ കളറിലുള്ള ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ ഈത്തപ്പഴമാണ് കേട്ടോ. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ എത്രയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പല കളറിൽ മിക്സ് ചെയ്തിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു ജ്യൂസ് നല്ല തിക്കായിട്ട് വരണം കേട്ടോ. ആ ഒരു നമുക്ക് എല്ലാം കൂടെ കുറച്ച് ടൈം അതിൽ കിടന്നിട്ട് ഒന്ന് വേവായിട്ട് ആ ഒരു സിറപ്പ് ഒന്ന് തിക്കായിട്ട് വരണേ. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് മിക്സ് ചെയ്താൽ മതി ഇതുപോലെ. ഇപ്പോൾ ഇതാ ഏകദേശം ഇത് ആ ഒരു വെള്ളമൊക്കെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമ്മൾ ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തണുത്ത് വരുമ്പോഴേക്കും ഒന്നും കൂടെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അത്രയും മതി. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.25 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിനാണ് കേട്ടോ. നമ്മൾ ഏതിലാണോ അളവ് എടുക്കുന്നത് അതിൻ്റെ കറക്റ്റായിട്ട് എടുക്കുക. അതുപോലെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് സിനമൺ പൗഡറും 1/2 ടീസ്പൂണ് ജിഞ്ചർ പൗഡറും 1/2 ടീസ്പൂണ് നട്ട്മഗിൻ്റെ പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ കൂടെ ഇട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് സീവ് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. ഇനി ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് പാലും കൂടെ ഇട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, ഒന്ന് തിളപ്പിച്ചാറിയ പാലാട്ടോ എടുത്തിട്ടുള്ള, അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമ്മളിതിലേക്ക് എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മളതിൽ മുട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ. അതുപോലെ തന്നെ ബീറ്ററും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചിരണ്ടി എടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ആൽമണ്ടും പിസ്തയും അതുപോലെ തന്നെ വാൾനട്ടുമാണ് കേട്ടോ. ഇനി അതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ ഒരു ബാറ്റർ കുറച്ചൊരു തിക്കായിട്ടാണ് വരിക. നന്നായിട്ട് ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വരിക. അല്ലേ, ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് വരിക. നട്ട്സും എന്ന് വെച്ചാൽ വല്ലാണ്ട് ലൂസായി പോയാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആ ഒരു നട്ട്സ് കിട്ടൂല. താഴ്ഭാഗത്ത് മൊത്തം അങ്ങ് പോയി കിടക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ് തന്നെ നമ്മൾ ആക്കിയെടുക്കാൻ പാടുള്ളൂ. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ എടുക്കുക. ഇവിടെ ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴ്ഭാഗത്തൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വല്ലാണ്ടങ്ങ് ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്താലും മതിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല റൗണ്ടായിട്ട് കിട്ടുകയും ചെയ്യുക. അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാതും അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് മൊത്തം അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2-3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എയർ ബബിൾസൊക്കെ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുകൾ ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സോ അതേപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പിസ്തയും അതുപോലെ തന്നെ ബദാമും ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടില്ല, കുഞ്ഞു കുഞ്ഞാക്കിയൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ അങ്ങ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുക്കർ. ഇനി ഓവനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ കുക്കറിൻ്റെ താഴ്ഭാഗത്ത് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പതുക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. സൈഡിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ കൈ തട്ടാണ്ട് നോക്കണ്ട, നല്ല ചൂടുണ്ടാവും. അതാണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ ബാറ്റർ കുറച്ചൊരു ടൈറ്റ് ആയതുകൊണ്ട് നമ്മൾ കുക്കിങ്ങിൽ ടൈം കുറച്ച് മാറ്റം വരും കേട്ടോ. നോർമലി നമുക്ക് കുക്ക് ചെയ്യാനൊരു 20 മിനിറ്റൊക്കെ എടുക്കാറ്. പക്ഷേ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 45 to 50 മിനിറ്റ് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ബാറ്റർ കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ കുറച്ച് അധികം ടൈം എടുക്കും ഒന്ന് കുക്കായിട്ട് വരാൻ. അപ്പോൾ അതാ ഏകദേശം ഒരു 50 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതാ നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ? ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൂത്ത് പിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്ക്വയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ, അതിലെന്തെങ്കിലും സ്റ്റിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. കണ്ടില്ലേ, ഇതിലൊന്നും സ്റ്റിക്കായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കട്ടെ, നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇപ്പോൾ അതാ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി സൈഡൊക്കെ നമുക്കിതുപോലെ ഒരു സ്പാച്ചിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിരിയിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് സൈഡൊക്കെ ഒന്ന് വിരിയിച്ച് കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റ് കമഴ്ത്തിയിട്ട് അതിലേക്ക് ഒന്നങ്ങ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡ് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അങ്ങ് വീണ് കിട്ടും. ഇനി ആ ഒരു ബട്ടർ പേപ്പറൊക്കെ അങ്ങ് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. നല്ല സോഫ്റ്റായിട്ട് തന്നെ പോരുന്നുണ്ട്. നമ്മളിതിൽ മുട്ടയൊന്നും കൂട്ടിയിട്ടില്ല, അതുപോലെ തൈരൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ വെറും ആ ഒരു മിൽക്ക് മെയ്ഡും അതുപോലെ ബട്ടറും പാലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. അല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ കേക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിന് കിട്ടുക സംഭവം, കഴിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇത്രത്തോളം നട്ട്സും അതുപോലെ ഫ്രൂട്ട്സൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, കുറഞ്ഞ അളവിലെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടില്ലേ, ഇതിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.